കഥയുടെ തുടക്കത്തിൽ തന്നെ ഹോങ്കോങ്ങിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഹാവോ മോ എന്ന നമ്മുടെ കഥാനായകൻ സാരമായ പരിക്കുകളേറ്റ് വന്നതായി കാണാം. പോലീസുകാർ വിചാരിച്ചത് അവനെ ആരോ ആക്രമിച്ചത് കാരണം അവൻ കംപ്ലൈന്റ് ചെയ്യാൻ വന്നതായിരിക്കുമെന്നാണ്. എന്നാൽ ഹാവോ മോ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാണ്, ഞാൻ കംപ്ലൈന്റ് ചെയ്യാനായി വന്നതല്ല, സറണ്ടർ ചെയ്യാനായി വന്നതാണ്, ഞാൻ ഒരാളെ കൊന്നിട്ടുണ്ട്. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും ഷോക്കായി പോയി. അപ്പോൾ ആ കൊലപാതകത്തിന് കോടതി ഹാവോ മോനെ 5 വർഷമാണ് ജയിൽ ശിക്ഷ വിധിച്ചത്. ഈ സംഭവം നടന്ന് 3 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഹോങ്കോങ്ങിലെ ഒരു ടണലിന്റെ അകത്ത് ഒരു ഫെറാറി കാർ ക്രാഷ് ആയതായി കാണാം. ആ ആക്സിഡന്റിൽ ഫെറാറി കാർ ഓടിച്ച മാക് വിങ് യാൻ എന്ന ആള് മരണപ്പെട്ടിട്ടുമുണ്ട്. മരണപ്പെട്ട മാക് വിങ് യാൻ ആളൊരു സാധാരണക്കാരനൊന്നുമല്ല, വളരെയധികം ശക്തനായ ഒരു മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം. അപകടം നടന്ന ആ സ്ഥലത്ത് പോലീസ് അന്വേഷണത്തിനായി എത്തിയപ്പോൾ വളരെയധികം ദുരൂഹ സാഹചര്യത്തിലാണ് മാക് വിങ് യാൻ മരണപ്പെട്ടത് എന്ന് പോലീസ് കണ്ടെത്തി. ക്രാഷ് ആയ ഫെറാറി കാറിൽ നിന്ന് കുറച്ച് അങ്ങോട്ടായിട്ടാണ് മാക് വിങ് യാന്റെ ബോഡി പോലീസ് കണ്ടെത്തിയത്. അതേപോലെ അവിടെ വെച്ച് മാക് വിങ് യാന്റെ ലൈസൻസ് ഇല്ലാത്ത തോക്കും പോലീസ് കണ്ടെടുത്തു. തോക്കിൽ ബുള്ളറ്റ് ഒന്നും തന്നെ ഇല്ല. അതായത് മാക് വിങ് യാൻ മരണപ്പെടുന്നതിന് തൊട്ട് മുൻപ് ആ തോക്ക് ഉപയോഗിച്ച് ആരെയോ വെടിവെക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ബുള്ളറ്റ് ഒന്നും തന്നെ കൊണ്ടിട്ടില്ല. ഫോറൻസിക് ടീം അവിടെ വന്ന് അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാള് മരണപ്പെട്ടത് കാർ ആക്സിഡന്റിലല്ല, ഇങ്ങേരെ ആരോ തല്ലിക്കൊന്നതാണ്. അതും ഒരു ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള മാർഷ്യൽ ആർട്ടിസ്റ്റ് തന്നെയാണ് കൊലയാളി. കാരണം എവിടെയൊക്കെ അറ്റാക്ക് ചെയ്താലാണ് മരണം സംഭവിക്കുക എന്ന് കൊലയാളിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് കൊലയാളി മാക് വിങ് യാൻ എന്ന ശക്തനായ മാർഷ്യൽ ആർട്ടിസ്റ്റിനെ കൊന്നുകളഞ്ഞത്. അപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത് ലുക് യുവൻ എന്ന ഈ ഓഫീസറാണ്. പുള്ളിക്കാരി കൊലപാതകം നടന്ന സൈറ്റിൽ കൊലയാളി അവിടെ വെച്ചിട്ട് പോയ ഒരു സ്റ്റാമ്പും കണ്ടെത്തിയിട്ടുണ്ട്. സോ ഗൈസ്, ഇതാണ് സ്റ്റാൻലി പ്രിസൺ. ഈ ജയിലിലാണ് നമ്മുടെ ഹീറോ കഴിഞ്ഞ 3 വർഷമായിട്ട് കഴിയുന്നത്. ജയിലിൽ ഹാവുമോന്റെ കൂടെയുള്ള ഈ അങ്കിള് അവന്റെ നല്ലൊരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ മകളെ ക്രൂരമായി ഒരാൾ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. അവനെ തേടി പിടിച്ച് പ്രതികാരം ചെയ്ത് അദ്ദേഹം കൊന്നുകളഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ സറണ്ടർ ചെയ്തു. അപ്പോൾ ഇവിടെ മറ്റു ജയിൽ പുള്ളികൾ ഈ അങ്കിളുമായിട്ട് അത്ര നല്ല സൗഹൃദത്തിലല്ല. ഡോ പന്നക്കിളവ, തന്നെ ഇനി ഞങ്ങളുടെ മുന്നിൽ കണ്ടുപോകരുത്, താൻ ഇനി മുതൽ ഇവിടെ ഇരിക്കരുത് എന്നൊക്കെ മറ്റു ശക്തരായ ജയിൽ പുള്ളികൾ അങ്കിളുടെ അടുത്ത് വന്ന് പറഞ്ഞ് പ്രശ്നമാക്കുകയാണ്. അപ്പോൾ അങ്കിളിന് നല്ല ദേഷ്യം വന്നെങ്കിലും ഹാവുമോ അങ്കിളിനോട് വേണ്ട, വിട്ടേക്ക്, പ്രശ്നമൊന്നും ആക്കേണ്ട എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവര് രണ്ടുപേരും മറ്റു ടേബിളിൽ ചെന്നിരുന്നു. ആ സമയമാണ് ടിവിയിൽ മാക് വിങ് യാന്റെ കൊലപാതകത്തിന്റെ വാർത്ത ഹാവുമോ കാണുന്നത്. ആ വാർത്ത കണ്ടപ്പോൾ അവൻ ശരിക്കും ഷോക്കായി പോയി. അതേപോലെ ഈ കേസ് അന്വേഷിക്കുന്നത് ലുക് യുവൻ എന്ന ഓഫീസർ ആണ് എന്നും ഹാവുമോക്ക് മനസ്സിലായി. അപ്പോൾ തന്നെ അവൻ അവിടെയുള്ള ഒരു ഓഫീസറിനോട് എനിക്ക് അർജന്റ് ആയിട്ട് ഒരു ഫോൺ കോൾ ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. എന്നാൽ ഇത് ജയിലാണ്, അല്ലാതെ നിന്റെ അമ്മായിയപ്പന്റെ വീടൊന്നുമല്ല, തോന്നിയ പോലെ കോൾ ചെയ്യാൻ എന്നായിരുന്നു ആ ഓഫീസറിന്റെ മറുപടി. സർ പ്ലീസ്, എന്നാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് ലുക് യുവൻ മാഡത്തെ കണ്ട് സംസാരിക്കണം. ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് പുള്ളിക്കാരിയെ സഹായിക്കാനായി പറ്റുമെന്നൊക്കെ ഈ ഓഫീസറിനോട് ഹാവുമോ പറയുന്നുണ്ടെങ്കിലും അങ്ങേരത് കേട്ട ഭാവം തന്നെ നടിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ലുക് യുവൻ എന്ന ഓഫീസറിനോട് ഹാവുമോക്ക് സംസാരിക്കണം. അതിനായി അവൻ ചെയ്തത് എന്തെന്ന് വെച്ചാൽ നേരത്തെ അവിടെ വന്ന് അഹങ്കാരം കാണിച്ച മറ്റു ജയിൽ പുള്ളികളുടെ അടുത്തേക്ക് ഹാവുമോ ചെല്ലുകയാണ്. എന്നിട്ട് പിന്നെ ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ്. അവന്മാരെ എല്ലാവരും ഹാവുമോ ഒറ്റക്ക് അടിച്ച് പന്നിക്കിട്ടു. അപ്പോൾ ഫൈറ്റ് നടക്കുന്നത് കണ്ട ഓഫീസേഴ്സ് അവിടെ ഓടിയെത്തുകയും അപ്പോൾ തലയിൽ കൈവച്ചുകൊണ്ട് ആ ഓഫീസേഴ്സിനോടൊക്കെ ഹാവുമോ ഒറ്റൊരു കാര്യം മാത്രമാണ് ആവശ്യപ്പെടുന്നത്. പ്ലീസ്, എനിക്ക് ലുക് യുവൻ മാഡത്തെ കാണണം, എനിക്ക് പുള്ളിക്കാരോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യം പറഞ്ഞ ലുക് യുവൻ മാഡം ജയിലിലേക്ക് ഹാവുമോനെ കാണാനായി പോവുകയാണ്. അപ്പോൾ ഒരു ഓഫീസർ മാഡത്തോട് പറയുന്നുണ്ട്, അവൻ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള മാർഷ്യൽ ആർട്ടിസ്റ്റ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവൻ ഇതുവരെ ഈ ജയിലിൽ നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല. ആദ്യമായിട്ടാണ് അവൻ എങ്ങനെ ചെയ്തത്. 17 പേരെയാണ് അവൻ ഇന്ന് ഒറ്റക്ക് അടിച്ചു വീഴ്ത്തിയത്. സോ ഫൈനലി ലുക് യുവൻ മാഡം ഹാവുമോനെ കാണാനായി എത്തിയിട്ടുണ്ട്. പറ, നിനക്ക് എന്നോട് എന്താണ് പറയാനുള്ളത്? മാഡം, ഇന്ന് നടന്ന കൊലപാതകം ഒരു സാധാരണ കേസായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. ആ കൊലയാളി ഇതോടെ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നില്ല. ആ കൊലയാളിക്ക് ഒരു സീരിയൽ കില്ലറിന്റെ മൈൻഡ് സെറ്റ് ആണ്. അവൻ എന്താണ് അടുത്തതായി ചെയ്യാനായി പോകുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലാകും. അപ്പോൾ ലുക് യുവൻ മാഡം ചോദിക്കാണ്, അവനൊരു സീരിയൽ കില്ലർ മൈൻഡ് സെറ്റ് ആണ് എന്ന് എങ്ങനെ നിനക്ക് പറയാനേ പറ്റും? അപ്പോൾ ഹാവുമോ പറയാണ്, അവിടെ തോക്കുണ്ടായിരുന്നു, അവന് വേണമെങ്കിൽ അവന്റെ വിക്ടിമിനെ വളരെ നിസ്സാരമായിട്ട് വെടിവെച്ച് കൊല്ലാമായിരുന്നു. എന്നാൽ അവന്റെ ലക്ഷ്യം കൊല്ലുക എന്നത് മാത്രമല്ല, അവൻ അവന്റെ വിക്ടിമിനെ സ്വന്തം കൈകൾ കൊണ്ടാണ് തല്ലിക്കൊന്നത്. നിങ്ങൾ എന്നെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ഈ കേസ് അന്വേഷിക്കാൻ നിങ്ങളെ ഞാൻ സഹായിക്കാം എന്നാണ് അവരോട് ഇപ്പോൾ ഹാവുമോ പറയുന്നത്. അപ്പോൾ ലുക് യുവൻ മാഡം പറയാണ്, എത്രയും കാലം എന്റെ കരിയറിൽ ഞാൻ ഒരുപാട് കേസുകൾ തെളിയിച്ചിട്ടുണ്ട്, അതൊക്കെ
ഞാൻ ആരുടെയും സഹായമില്ലാതെയാണ് തെളിയിച്ചത്. അപ്പോൾ ഈ നിസാര കേസ് അന്വേഷിക്കാൻ എനിക്ക് ഒരു ജയിൽ പുള്ളിയുടെ സഹായം വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലുക്യുവൻ മാഡം അവിടുന്ന് പോകുമ്പോൾ ഹാവുമോ ആണെങ്കിൽ 7 ആൾക്കാരുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് ആ കൊലയാളിയുടെ അടുത്ത വിക്ടിംസ് ഈ 7 പേരായിരിക്കും. അവരെയൊക്കെ രക്ഷിക്കണമെന്ന് മാഡത്തിനുണ്ടെങ്കിലും ഞാൻ പറയുന്നത് കേട്ടേ മതിയാവും. ബട്ട് സ്റ്റിൽ അവരാരും ഹാവുമോ പറയുന്നത് കാര്യമാക്കി എടുത്തിട്ടില്ല. അവന് ജയിലിൽ നിന്ന് റിലീസ് ആവാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമായിട്ടാണ് അവർ ഇതിനെ കണ്ടത്. പക്ഷേ ലുക്യുവൻ മാഡം ആണെങ്കിൽ അവൻ പറഞ്ഞ ആ 7 പേരുകളും നോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓഫീസറിനോട് അവരൊക്കെ ആരാണ് എന്ന് അന്വേഷിക്കാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഹാവുമോ പറഞ്ഞ 7 പേരിൽ ഒരാളാണ് ടാർൻ കിങ് എന്ന ഇദ്ദേഹം. മറ്റൊരു ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റ് ആണ് ടാർൻ കിങ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശക്തി അദ്ദേഹത്തിന്റെ കാലുകളാണ്. അതായത് വളരെയധികം പവർഫുൾ ആയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കിക്ക് ചെയ്യാനേ സാധിക്കും. സോ ഇവിടെ ടാർൻ കിങ്ങിനെ കാണാനായി വന്നത് വേറെ ആരുമല്ല, ആ കില്ലറാണ്. അപ്പോൾ ഫങ് യു സാവ് എന്ന ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ വില്ലൻ അഥവാ ആ സീരിയൽ കില്ലർ. അദ്ദേഹം ഇവിടെ എത്തിയത് ടാർൻ കിങ്ങിനെ ചലഞ്ച് ചെയ്യാനായിട്ടാണ്. അവന്റെ ചലഞ്ച് ടാർൻ കിങ് സ്വീകരിച്ചു. അങ്ങനെ അവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യാനായി ആരംഭിച്ചു. അവര് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ടാർൻ കിങ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ഫങ് യു സാവ് ഒരു കാല് നീളമുള്ള ഷൂസ് ആണ് ധരിച്ചിട്ടുള്ളത്. അതായത് ഫങ് യു സാവുക്ക് ഒരു കാലിന് നീളക്കുറവുണ്ട്. നീ ഒരു വികലാംഗനാണല്ലേ, വികലാംഗനായ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ ചലഞ്ച് ചെയ്യാൻ എന്ന് ടാർൻ കിങ് ചോദിച്ചു. അപ്പോൾ മറുപടി കൊടുക്കാതെ അവനെ നോക്കി ഫങ് യു സാവ് പുഞ്ചിരിച്ചു. പിന്നീട് അവര് രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉഗ്രൻ ഫൈറ്റ് ആണ്. ഇനി ആ ഫൈറ്റിൽ എന്ത് സംഭവിച്ചു? ഫങ് യു സാവ് എന്ന കില്ലർ ടാർൻ കിങ് എന്ന ശക്തനായ കിക്കറിന്റെ കാലുകൾ ഒടിച്ചു കളയുകയും അവനെ കിക്ക് ചെയ്തു തന്നെ കൊന്നു കളയുകയും ചെയ്തു. ഇവിടെ ഓഫീസേഴ്സ് ഹാവുമോ പറഞ്ഞ ആൾക്കാരെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അവരെല്ലാവരും മാർഷൽ ആർട്സിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ ലുക്യുവൻ മാഡം ആണെങ്കിൽ ഹാവുമോന്റെ ഹിസ്റ്ററിയും അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള മാർഷൽ ആർട്ടിസ്റ്റ് ആയിരുന്നു ഹാവുമോ. അവന് വലിയ ഒരു മാർഷൽ ആർട്സ് പഠിപ്പിക്കുന്ന അക്കാദമിയും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരുത്തനാണെങ്കിൽ ഹാവുമോനെ ചലഞ്ച് ചെയ്യുകയും അവര് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഫൈറ്റിൽ അവസാനം ഹാവുമോ അറിയാതെ തന്റെ എതിരാളിയെ കൊന്നുപോയി. അങ്ങനെയാണ് ഹാവുമോ സ്വയം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സറണ്ടർ ചെയ്തത്. അപ്പോൾ ഈ സമയത്താണ് ഒരു ഓഫീസർ അവിടെ ഓടിയെത്തി ലുക്യുവൻ മാഡത്തോട് ടാർൻ കിങ് കൊല്ലപ്പെട്ടു എന്ന് വന്നു പറഞ്ഞത്. അത് കേട്ട ഉടനെ ലുക്യുവൻ മാഡം ജയിലിലേക്ക് ഹാവുമോനെ കാണാനായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് അവനോട് പുള്ളിക്കാരി പറയാണ്, നീ പറഞ്ഞതുപോലെ ടാർൻ കിങ് കൊല്ലപ്പെട്ടു. അപ്പോൾ മാഡത്തോട് ഹാവുമോ ചോദിക്കാണ്, അവനെ ചവിട്ടിക്കൊണ്ടാണല്ലേ കൊലയാളി കൊന്നത്, അതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് അത്ഭുതത്തോടെ ലുക്യുവൻ ചോദിക്കുകയാണ്. അപ്പോൾ ഹാവുമോ പറയാണ്, ആദ്യം കൊല്ലപ്പെട്ട മാക് വിങ് യാൻ വളരെ ശക്തനായ ബോക്സർ ആയിരുന്നു. അവന്റെ പഞ്ച് വളരെ പവർഫുൾ ആണ്. അവനെ ഈ കൊലയാളി കൈകൊണ്ട് തന്നെയാണ് പഞ്ച് ചെയ്ത് കൊന്നത്. അതേപോലെ ടാർൻ കിങ് ആണെങ്കിൽ ശക്തനായ കിക്കറുമാണ്. അവനെ ഈ കൊലയാളി കിക്ക് ചെയ്തുകൊണ്ടാണ് കൊന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ കൊലയാളിയുടെ മോട്ടീവ് എന്താണ് എന്ന്. നിങ്ങളെ ഈ കേസ് അന്വേഷിക്കാൻ സഹായിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് ലുക്യുവൻ മാഡത്തോട് ഹാവുമോ പറയുകയാണ്. ലുക്യുവൻ അങ്ങനെ ഈ കേസ് അന്വേഷിക്കാനായി ഹാവുമോനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. എന്നാൽ അവൻ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. അതുകൊണ്ട് അവന് പോലീസിന്റെ പെർമിഷൻ ഇല്ലാതെ എവിടത്തേക്കും പോകാൻ പാടില്ല. അവന്റെ മേൽ എപ്പോഴും പോലീസിന്റെ ഒരു കണ്ണുണ്ടാവും. ലുക്യുവൻ ഒരു കാര്യം കൂടി ഹാവുമോനോട് എടുത്തു പറയുന്നുണ്ട്, ഈ കേസ് എങ്ങനെയാണോ അവസാനിക്കുന്നത് അതുപോലെ ഇരിക്കും നിന്റെ ജയിൽ കാലയളവ്. ചിലപ്പോൾ ഞങ്ങൾ നിന്റെ ജയിൽ കാലയളവ് കുറച്ചേക്കും, ചിലപ്പോൾ നീ നിന്റെ ബാക്കി 2 വർഷം കൂടി ജയിലിൽ കിടക്കേണ്ടി വരും. സോ എനിവേസ് ആരായിരിക്കും ഈ കൊലയാളിയുടെ അടുത്ത ടാർഗറ്റ് എന്ന് ലുക്യുവൻ മാഡം ചോദിച്ചപ്പോൾ മങ്കോക്ക് എന്ന സ്ഥലത്തേക്ക് വേഗം പോകണം എന്നായിരുന്നു ഹാവുമോ പറഞ്ഞത്. അപ്പോൾ മങ്കോക്ക് എന്ന സ്ഥലത്തെ ഒരു ടാറ്റൂ സ്റ്റുഡിയോ ആണ് ഇത്. ഈ ടാറ്റൂ സ്റ്റുഡിയോ നടത്തുന്നത് വോങ് ചിറ്റ് എന്ന ഇദ്ദേഹമാണ്. അപ്പോൾ ആ ടാറ്റൂ സ്റ്റുഡിയോയിലേക്ക് കില്ലർ എത്തിയതായി കാണാം വോങ് ചിറ്റിനെ ചലഞ്ച് ചെയ്യാൻ. വോങ് ചിറ്റ് ഇപ്പോൾ ടാറ്റൂ സ്റ്റുഡിയോ നടത്തുന്ന ഒരുത്തനാണെങ്കിലും അവൻ ഒരു ശക്തനായ മാർഷൽ ആർട്ടിസ്റ്റ് തന്നെയാണ്. അങ്ങനെ അവര് രണ്ടുപേരും ഇവിടെ ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഫൈറ്റിൽ അവസാനം കില്ലർ വോങ് ചിറ്റിനെയും കൊന്നു കളയുകയാണ്. അവൻ കൊല്ലപ്പെട്ട് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷമാണ് പോലീസ് അവിടെ എത്തിയത്. എന്നാൽ അവരെത്താൻ വൈകിപ്പോയി. വോങ് ചിറ്റിനെ കൊന്ന് കില്ലർ ഓൾറെഡി അവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. ഹാവുമോന്റെ പ്രവചനം കറക്റ്റ് തന്നെയാണ്. പക്ഷെ അവര് സ്ഥലത്തെത്താൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രം. കുറച്ചുകൂടെ നേരത്തെ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ കില്ലറിനെ പിടികൂടാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ സമയം ഹാവുമോ അവിടെ കുറച്ച് ദൂരെയായിട്ട് ഈ കില്ലർ അതായത് ഫങ് യു സാവ് അവനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ തന്നെ അവനെ പിടികൂടാനായിട്ട് ഹാവുമോ പിന്നാലെ ഓടുകയാണ്. ഹാവുമോക്ക് പിടികൊടുക്കാതെ ഫങ് യു സാവ് വളരെ വേഗത്തിൽ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഇവിടെ ഒരു കാര്യം ഹാവുമോ മനസ്സിലാക്കി, ഈ കില്ലറിന്റെ ലിസ്റ്റിൽ താനും ഉൾപ്പെടും. ഒരു ദിവസം തീർച്ചയായിട്ടും ഈ കില്ലർ
കില്ലർ ഹാവുമോനെ ചലഞ്ച് ചെയ്യാനായിട്ട് എത്തുമെന്നും ഹാവുമോക്ക് മനസ്സിലായി. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് എവിടെയും പോകാൻ പാടില്ല എന്ന് പോലീസ് ഹാവുമോനോട് പറഞ്ഞതാണ്. എന്നാൽ അവൻ ഇവിടെ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഫോഷാൻ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവൻ അവിടെ പോയത് വേറൊന്നിനുമല്ല, അവന്റെ കാമുകിയായ സിനിയങ് എന്ന ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയാണ്. അവൾ വർഷങ്ങൾക്ക് ശേഷം തന്റെ കാമുകനെ കണ്ടപ്പോൾ ദേഷ്യത്തോട് അവനെ തല്ലുകയാണ്. നീ കൊലപാതകം ചെയ്യുമ്പോൾ ഒന്ന് എന്നെ കുറിച്ച് ഓർക്കാമായിരുന്നു, നമ്മൾ ഒരുമിച്ച് എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരി ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഹാവുമോനോട് ഇവിടെ പറയുന്നത്. പ്ലീസ് നീ എന്നോട് പൊറുക്കണമെന്നൊക്കെ പറഞ്ഞ് ഹാവുമോ പുള്ളിക്കാരിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഗൈസ്, ഒരു കാര്യം പറയട്ടെ, ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കിയത്. എന്നാൽ ഈ വീഡിയോ കാണുന്ന 86% പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കായി കൂടുതൽ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ അത് എനിക്കും വലിയ ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ബാക്ക് ടു ദി സ്റ്റോറി. മരണപ്പെട്ടു പോയ ഇദ്ദേഹമാണ് ഹാവുമോനെ ട്രെയിൻ ചെയ്ത അവന്റെ ഷിഫു അഥവാ അവന്റെ മാസ്റ്റർ. താൻ ചെയ്ത കുറ്റത്തിന് അവൻ തന്നെ മാസ്റ്ററിനോട് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ മനഃപൂർവ്വമല്ല ഒരാളെ കൊന്നത്, അറിയാതെ പറ്റിപ്പോയതാണ് എന്നൊക്കെ മാസ്റ്ററിനോട് ഇവിടെ ഹാവുമോ സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ സിന്നിങ് ഹാവുമോനെ സമാധാനിപ്പിക്കുകയാണ്. പുള്ളിക്കാരി അവന്റെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരി പറയാണ്, ഈ ചരട് നിന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് നിന്നെ സ്വയം കൺട്രോൾ ചെയ്യാനേ പറ്റും. അന്ന് രാത്രി സിന്നിങ്ങിന്റെ മേശപ്പുറത്തുനിന്ന് ആ സ്റ്റാമ്പ് ഹാവുമോ കണ്ടെത്തുകയാണ്. അതായത് ഈ സ്റ്റാമ്പാണ് ആ കില്ലർ കൊലപാതകം ചെയ്തതിന് ശേഷം ആ സ്ഥലത്ത് വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ തന്നെ നിനക്കിത് എവിടുന്നാണ് കിട്ടിയത് എന്ന് ഹാവുമോ സിന്നിങ്ങിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരി പറയാണ്, കുറച്ചു മാസങ്ങൾക്ക് മുൻപ് എന്നെ കാണാനായിട്ട് ഒരാൾ വന്നിരുന്നു. അയാൾ ഒരു വികലാംഗനാണ്, അയാളാണ് എനിക്ക് ഇത് തന്നത്. എന്നിട്ട് ഇനി ഞാൻ നിന്നെ കാണുമ്പോൾ ഇത് നിനക്ക് തരാനായിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സിന്നിങ് ഹാവുമോനോട് ചോദിച്ചെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് ഹാവുമോ മറുപടി കൊടുത്തു. എന്നാൽ അവൻ തന്നോട് കള്ളം പറയുന്നതാണ് എന്ന് സിന്നിങ് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ ഇന്റർനെറ്റിൽ ഈ സാധനത്തെ കുറിച്ച് പുള്ളിക്കാരി സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു. അപ്പോൾ സിന്നിങ്ങിന് മനസ്സിലായി ഇതൊരു കില്ലർ അവന്റെ വിക്ടിംസിന്റെ അടുത്ത് വെക്കുന്ന ഒരു സിമ്പിൾ ആണ് എന്ന്. ഇനി കില്ലറായ ഫുങ് യു സാവ് എന്തിനാണ് ഇങ്ങനെ ഓരോ മാർഷൽ ആർട്സ് എക്സ്പേർട്ടുമാരെയും കൊല്ലുന്നത്, എന്താണ് അവന്റെ ഉദ്ദേശം? സോ വികലാംഗനായ ഫുങ് യു സാവിനെ പല മാർഷൽ ആർട്സ് ഇൻസ്ട്രക്ടേഴ്സും അവരുടെ അക്കാദമിയിൽ നിന്ന് റിജക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ സ്വയം മാർഷൽ ആർട്സ് പഠിച്ചെടുക്കുകയും കഠിനമായി പരിശീലിക്കുകയും ചെയ്തു. അവന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ആയ മാർഷൽ ആർട്ടിസ്റ്റ് ആവണമെന്നാണ്. അതേപോലെ അവന്റെ ഭാര്യ ഒരു ക്യാൻസർ രോഗിയാണ്. അവരുടെ മരണത്തിന് മുൻപായിട്ട് അവൻ അവന്റെ ലക്ഷ്യം പൂർത്തീകരിക്കണം. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തരായ മാർഷൽ ആർട്ടിസ്റ്റുമാരെ ചലഞ്ച് ചെയ്ത് അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊന്നുകളയണം. എന്നിട്ട് അവന് ലോകത്തിലെ നമ്പർ 1 ആവണം. അത് മാത്രമാണ് ഈ കില്ലറായ ഫുങ് യു സാവിന്റെ ലക്ഷ്യം. അതിനു വേണ്ടിയാണ് അവൻ കഠിനമായി സ്വയം പരിശീലിക്കുന്നത്. അടുത്ത ദിവസം ഈ കില്ലറിന്റെ ഈ സിമ്പിളിനെ കുറിച്ച് അന്വേഷിക്കാനായി 2 ആൾക്കാരെ കാണാനായി ഹാവുമോയും സിന്നിങ്ങും ചെല്ലുകയാണ്. അപ്പോൾ അവര് പറയാണ്, ഇത് ഈവ് സ്വാളോ എന്നാണ് അറിയപ്പെടുന്നത്. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഈ സിമ്പിൾ ഉപയോഗിച്ചതായി ചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. ബൈ ദ വേ, നിങ്ങൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് എന്ന് അവര് ചോദിച്ചപ്പോൾ സിന്നിങ് ആ കില്ലറിനെ കുറിച്ച് അവരോട് പറയുകയാണ്. അതേപോലെ അവൻ ഒരു വികലാംഗനാണ് എന്നും സിന്നിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന കില്ലർ ആരാണ് എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നവൻ ആരാണ് എന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ പേര് ഫുങ് യു സാവ് എന്നാണ്. അവൻ ഒരു വികലാംഗനാണെങ്കിലും അവൻ ആളൊരു നിസാരക്കാരനല്ല. അവന്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ്. അവൾക്ക് വേണ്ടി ഈ ലോകത്തിലെ നമ്പർ 1 ആവാൻ വേണ്ടിയാണ് അവന്റെ പോരാട്ടം. സോ ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഹാവുമോ ലുക്യുൻ മാഡത്തെ വിളിച്ചു പറയുകയാണ്. സൂയി ക്വായ് ലെയിൻ എന്ന സ്ഥലത്താണ് ഈ കില്ലർ താമസിക്കുന്നത്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടത്തേക്ക് വരണം. അവിടെ വെച്ച് അവനെ അറസ്റ്റ് ചെയ്യാനായി പറ്റും. അപ്പോൾ പോലീസ് എല്ലാവരും ആ സ്ഥലത്തേക്ക് ഈ കില്ലറിനെ അറസ്റ്റ് ചെയ്യാനായി എത്തിയിട്ടുണ്ട്. അവന്റെ താമസ സ്ഥലത്തെത്തി അവിടെ അന്വേഷിച്ചെങ്കിലും അവിടെ അവനും അവന്റെ ഭാര്യയുമില്ല. അവർ ഓൾറെഡി ഈ സ്ഥലം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീയാണ് ഈ വീടിന്റെ ഉടമ. പുള്ളിക്കാരിയാണ് ഫുങ് യു സാവുക്ക് വീട് വാടക താമസിക്കാനായി നൽകിയത്. പുള്ളിക്കാരി പറയാണ്, എനിക്കറിയത്തില്ലായിരുന്നു അവൻ ഇങ്ങനെ ഒരു കൊലയാളിയാണ് എന്ന്. അവൻ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് അവന്റെ ഭാര്യയാണ്. അവൾക്ക് വേണ്ടി അവൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. നല്ലൊരു ഭർത്താവാണ് അവൻ എന്നൊക്കെയാണ് പുള്ളിക്കാരി ഇവിടെ പോലീസിനോട് പറയുന്നത്. പിന്നെ അവൻ എപ്പോഴും ഒരു വെളുത്ത പൊടി കൊണ്ട് അവന്റെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അത് തേക്കുമ്പോഴൊക്കെ അവന്റെ മുഖത്തുനിന്ന് രക്തം വരാറുമുണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാകും. അപ്പോൾ ഹാവുമോ പറയാണ്, അത് ഏൻഷ്യൻ മെത്തേഡ് ആണ്. അത് വേറൊന്നുമല്ല, അത് കല്ലുപ്പാണ്. കല്ലുപ്പ് വെച്ച് മുഖത്ത് ഒരച്ചുകൊണ്ട് അവൻ അവന്റെ മുഖം സ്ട്രോങ് ആക്കും. അതുകൊണ്ട് എത്ര ഇടി കൊണ്ടാലും
അവന് വേദനിക്കില്ല. അതിനു വേണ്ടിയാണ് ഈ ടെക്നിക് ഉപയോഗിക്കുന്നത്. സോ അവൻ ഇപ്പോൾ എവിടത്തേക്കാണ് പോയിട്ടുണ്ടാവുക എന്ന് ഏകദേശം ഹാവുമോക്ക് ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് അവൻ ലുക്യുൻ മാഡത്തോട് പറയാണ് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ആ സ്ഥലം വരെ പോകണം, അവൻ അവിടെ ഉണ്ടാവാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ഹാവുമോ തന്റെ കാമുകിയോട് യാത്ര പറയുകയാണ്. ഈ കേസ് അന്വേഷിച്ച് തീർത്തതിനു ശേഷം എന്തായാലും ഞാൻ നിന്നെ കാണാനായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ സിന്നിങ് ആണെങ്കിൽ വാശി പിടിക്കുകയാണ്, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ പുള്ളിക്കാരിയെ കൂട്ടിയാൽ അത് പുള്ളിക്കാരിയുടെ ജീവനും അപകടമായതുകൊണ്ട് പുള്ളിക്കാരിയെ കൂടെ കൂട്ടാൻ ഹാവുമോ തയ്യാറല്ല. എന്നാൽ ലുക്യുൻ മാഡം ആണെങ്കിൽ സിന്നിങ്ങിനോട് പറയാണ് നിനക്കും നിന്റെ കാമുകനൊപ്പം ഈ കേസ് അന്വേഷിക്കാനായി നമ്മോടൊപ്പം വരാം. അപ്പോൾ തന്നെ സന്തോഷത്തോടെ സിന്നിങ് റെഡി ആവാനായിട്ട് പോയി. മാഡം നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിച്ചത് എന്നൊക്കെ ഹാവുമോ ചോദിക്കുന്നുണ്ടെങ്കിലും ലുക്യുൻ മാഡം അതൊന്നും മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ്. സോ ഇവിടെ അവര് പോകാൻ ഒരുങ്ങുമ്പോൾ സിന്നിങ് ഒരു വാളുമായി വന്നത് കാണാം. അപ്പോൾ ഓഫീസർ ചോദിക്കാണ് എന്തിനാണ് ഈ വാള് എന്ന്. അപ്പോൾ ഹാവുമോ പറയാണ് അവളെ കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിച്ചത്, അവളും ഒരു മാർഷൽ ആർട്ടിസ്റ്റ് തന്നെയാണ്. ഇനി കില്ലറിന്റെ അടുത്ത ടാർഗറ്റ് ആരാണ്? ചൈനീസ് സിനിമ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഏറ്റവും ശക്തനായ സ്റ്റണ്ട് മാസ്റ്റർ ആണ് ഹങ് യിപ്പ് എന്ന ഈ മാർഷൽ ആർട്ടിസ്റ്റ്. അപ്പോൾ ഇവിടെ ഒരു ചൈനീസ് സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അതായത് ഒരു സ്റ്റണ്ട് സീനാണ് ഇവിടെ അവര് ഷൂട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായി ഒരു ബൈക്ക് മുകളിൽ കെട്ടിവെച്ചതായി കാണാം. അപ്പോൾ ക്യാമറ റോൾ ചെയ്യുന്നതിന് മുന്നേ ആരോ വന്ന് ആ ബൈക്ക് താഴേക്കിടുകയാണ്. ഇത് കണ്ട് ഡയറക്ടറിന് നല്ല ദേഷ്യം വന്നു. ഏതവനാടാ ഇത് ചെയ്തത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ദാ ഫങ് യു സാ അവിടെ എത്തിയിട്ടുണ്ട്. വികലാംഗനായ ഒരുത്തനെ കണ്ടപ്പോൾ ഡയറക്ടർ ഒരു സ്റ്റണ്ട് ഫൈറ്ററിനോട് അവനെ തല്ലി ഓടിക്കാനായി പറയുകയാണ്. എന്നാൽ ഫങ് യു സാ ആണെങ്കിൽ വളരെ നിസ്സാരമായിട്ട് ആ ഫൈറ്ററിനെ ഒരു വാള് കൊണ്ട് കുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് പോകാം, ഇത് ഞാനും ഹങ് യിപ്പും തമ്മിലുള്ള ഫൈറ്റ് ആണ്. അപ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും പേടിച്ച് ബൈക്സ് ഒക്കെ എടുത്ത് സ്ഥലം കാലിയാക്കുകയാണ്. അതിനുശേഷം ഫങ് യു സാവ് ഹങ് യിപ്പിനെ ഫൈറ്റ് ചെയ്യാനായി വെല്ലുവിളിക്കുകയാണ്. ഹങ് യിപ്പ് ആളൊരു വെപ്പൺ എക്സ്പേർട്ട് ആണ്. വെളിച്ചത്തിന്റെ വേഗത്തിൽ അവന് വാള് വീശാനായി സാധിക്കും. അപ്പോൾ അവനെ വാള് കൊണ്ട് തന്നെയാണ് ഇവിടെ ഫങ് യു സാവ് ചലഞ്ച് ചെയ്തത്. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് അവസാനം എന്ത് സംഭവിച്ചു? നിങ്ങൾ ഊഹിച്ചതുപോലെ തന്നെ ഹങ് യിപ്പ് എന്ന സ്റ്റണ്ട് മാസ്റ്ററിനെ ഫങ് യു സാവ് വെട്ടിക്കൊന്നു കളയുകയാണ്. സോ ഇവിടെ വീണ്ടും ഹാവുമോക്ക് കില്ലറിന്റെ വിക്ടിമിനെ രക്ഷിക്കാനായി സാധിച്ചിട്ടില്ല. അപ്പോൾ ലുക്യുൻ മാഡത്തിനാണെങ്കിലും മേൽ ഉദ്യോഗസ്ഥരുടെ നല്ല പ്രഷർ തന്നെയുണ്ട്. ആ കില്ലറിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഈ കേസ് അന്വേഷണം മറ്റൊരു ഓഫീസറിനെ ഏൽപ്പിക്കുമെന്നാണ് സീനിയർ ഓഫീസർ ഇവിടെ ലുക്യുനെ വിളിച്ചിട്ട് പറയുന്നത്. സർ പ്ലീസ് എനിക്കൊരു 2 ദിവസം കൂടി സമയം താ, അതിനുള്ളിലായിട്ട് ആ കൊലയാളിയെ ഞാൻ തന്നെ പിടികൂടും. സോ ഇവിടെ അവര് സ്റ്റേഷനിൽ ഇരുന്ന് ഫങ് യു സാവിനെ പിടികൂടാനുള്ള ഒരു എക്സാക്ട് പ്ലാൻ തയ്യാറാക്കുകയാണ്. ആ സമയമാണ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വന്നത്. ആരാണ്, താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയാണ് ഞാൻ നിങ്ങൾ അന്വേഷിക്കുന്ന ഫങ് യു സാവ് ആണ്. എനിക്ക് നിങ്ങളോടല്ല നിങ്ങളുടെ കൂടെയുള്ള ഹാവുമോനോടാണ് സംസാരിക്കേണ്ടത്. ഇത് കേട്ട് എല്ലാവരും ഷോക്കായി പോയി. അപ്പോൾ ഹാവുമോ ഫങ് യു സാവിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ അവൻ ഇവിടെ ഹാവുമോനെയാണ് വെല്ലുവിളിക്കുന്നത്. എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം നിന്നെ അവസാനിപ്പിക്കുന്നതാണ്. നിന്നെ ഇല്ലാതെയാക്കിയാൽ മാത്രമേ എനിക്ക് ഈ ലോകത്തെ നമ്പർ 1 ആവാൻ സാധിക്കൂ എന്നൊക്കെയാണ് ഫങ് യു സാവ് ഇവിടെ പറയുന്നത്. പിന്നെ ഫങ് യു സാവ് അവസാനമായിട്ട് ഹാവുമോനോട് ഒരു കാര്യം പറയുന്നുണ്ട്. നീ എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിന്റെ കാമുകിയെ നീ ഒരിക്കലും ജീവനോടെ കാണത്തില്ല. ഇനി കഥയുടെ ഏറ്റവും വലിയ ഒരു ട്വിസ്റ്റിലേക്ക് നമ്മൾക്ക് കടക്കാം. ഹാവുമോക്ക് എങ്ങനെയാണ് ഫങ് യു സാവ് കൊല്ലാൻ പോകുന്ന ഓരോ ആൾക്കാരെയും വ്യക്തമായി അറിയുന്നത് എന്ന് ചോദിച്ചാൽ ഫങ് യു സാവ് നിരന്തരമായിട്ട് ജയിലിലേക്ക് ഹാവുമോക്ക് കത്തയക്കും. ഞാൻ ഇന്ന ആളെയൊക്കെയാണ് കൊല്ലാനായിട്ട് പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ആ വാർത്ത കണ്ട് അന്ന് ഷോക്കായി പോയത്. അങ്ങനെയാണ് അവൻ ലുക്യുൻ മാഡത്തെ കണ്ട് പുള്ളിക്കാരിയെ ഈ കേസ് അന്വേഷിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഇവിടെ പോലീസ് ആണെങ്കിൽ ഫങ് യു സാവിന്റെ കോൾ റെക്കോർഡ്സ് എടുത്തുകൊണ്ട് അവൻ എവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരവിടത്തേക്ക് അവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നു. എന്നാൽ അവന്റെ താമസ സ്ഥലത്ത് അവർ കയറിയപ്പോൾ അവിടെ അവനെ കാണുന്നില്ല. അതേപോലെ അവരവിടെ പരിശോധിച്ചപ്പോൾ അവർക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ഫങ് യു സാവിന്റെ ഭാര്യ ഒരു ദിവസം മുൻപ് മരണപ്പെട്ടിട്ടുണ്ട്. പുള്ളിക്കാരുടെ ചിതാഭസ്മം അവിടെ തന്നെയുണ്ട്. അപ്പോൾ പോലീസിന് മനസ്സിലായി ഈ ചിതയെടുക്കാനായി ഫങ് യു സാവ് എന്തായാലും ഇവിടെ വരുമെന്ന്. അതുകൊണ്ട് പോലീസ് എല്ലാവരും അവൻ അവിടെ വരാൻ ഒളിച്ചിരുന്ന് കാത്തു നിൽക്കുകയാണ്, തന്ത്രപരമായി അവനെ പിടികൂടാൻ. അപ്പോൾ അവനെ കാത്തു നിൽക്കുമ്പോൾ അവനെ നിരീക്ഷിക്കാനായി അവർ അവിടെയൊക്കെ ഒരുപാട് ക്യാമറാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ദാ ഫങ് യു സാവ് ഒരു ബോട്ടിൽ അവിടത്തേക്ക് വരുന്നതായി കാണാം. അവൻ അവിടെ എത്തിയപ്പോൾ തന്നെ പോലീസ് നായകൾ അവിടെ ഒളിച്ചു നിൽക്കുന്നതായിട്ട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ തന്നെ ഫങ് യു സാവുക്ക് മനസ്സിലായി ഈ സ്ഥലത്ത് അവനെ പിടികൂടാനായിട്ട് പോലീസ് വളർന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ
അപ്പോൾ അവന് ബോട്ട് ഒരു ഷാർപ്പ് റൈറ്റ് എടുത്തുകൊണ്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാവുകയാണ്. ഇവിടെ പോലീസ് പഴയ റെക്കോർഡ്സ് നോക്കിയപ്പോൾ അവർ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കണ്ടെത്തി. ഈ കില്ലറായ ഫങ് യു സൗ ജയിലിൽ കിടക്കുന്ന ഹാവ് മോനെ പണ്ടൊരിക്കൽ കാണാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പോലീസിന് സംശയമായി ഇവര് രണ്ടുപേരും മനഃപൂർവ്വം കളിച്ച കളിയാണോ ഇത് എന്ന്. ഇതറിഞ്ഞ ലുക്വിൻ മാഡം ആണെങ്കിൽ ഹാവ് മോനെ നേർക്ക് തോക്ക് ചൂണ്ടുകയാണ്. നീയും അവനും ചേർന്ന് ഒത്തു കളിച്ചതാണല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോലീസുകാര് തന്നെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കിയ ഹാവ് മോ പുള്ളിക്കാരെ ഡിസ്ട്രാക്ട് ചെയ്ത് തോക്ക് പിടിച്ചു വാങ്ങി പോലീസുകാരൊക്കെ അറ്റാക്ക് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. ഹാവ് മോ അവിടുന്ന് രക്ഷപ്പെട്ടു പോയത് കൊലയാളിയെ പിടികൂടാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊലയാളിയുടെ അടുത്ത് ഹാവ് മോന്റെ കാമുകിയായ സിൻ യിങ് എത്തിയിട്ടുണ്ട്. അവളാണെങ്കിൽ അവനെ ചലഞ്ച് ചെയ്തു. തന്റെ കാമുകനെ രക്ഷിക്കാൻ വേണ്ടി അവനെ ഇല്ലാതെയാക്കാനാണ് സിൻ യിങ്ങിന്റെ ഉദ്ദേശം. അങ്ങനെ ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെയാണ്. എന്നാൽ അവസാനം അവളെ അവൻ കൊന്നിട്ടില്ല, പക്ഷെ അവളെ കത്തി കൊണ്ട് കുത്തി താഴെയിട്ടു. ഹാവ് മോ അവിടെ തന്റെ കാമുകിയെ രക്ഷിക്കാനായി എത്തിയെങ്കിലും അപ്പോഴേക്കും ഫങ് യു സൗ അവിടുന്ന് സ്ഥലം കാലിയാക്കിയിട്ടുണ്ട്. തന്റെ കാമുകിയെ ഉപദ്രവിച്ചത് കൊണ്ട് ഇപ്പോൾ ഹാവ് മോക്ക് നല്ല വാശി കയറുകയാണ്. എന്തൊക്കെ വന്നാലും അവനെ പരാജയപ്പെടുത്തിയിരിക്കുമെന്ന് ഹാവ് മോ ശപഥമെടുത്തു. ആ ദിവസം തന്നെ ഹാവ് മോ ലുക്യുൻ മാഡത്തെ വിളിച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. അവൻ എന്നെ കാണാൻ വന്നതും അവൻ നടത്താൻ പോകുന്ന കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞതും ഞാൻ ആദ്യമേ നിങ്ങളോട് പറയാത്തത് എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടി തന്നെയാണ്. കാരണം അല്ലെങ്കിൽ അവൻ എന്റെ കാമുകിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ കാമുകിയെ ഒരു പോലീസിനും രക്ഷിക്കാനേ സാധിക്കില്ല. അവളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചത്. സോ അടുത്ത ദിവസം രാത്രി, അപ്പോൾ എന്നാണ് ഹാവ് മോയും ഫങ് യു സൗ ഫൈറ്റ് ചെയ്യാനായി പോകുന്ന ദിവസം. അവനെ ഫങ് യു സൗ ഒരു സ്ഥലത്തേക്ക് ഫൈറ്റിനായി എത്താനേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്കാണ് ഹാവ് മോ ഇപ്പോൾ പോകുന്നത്. സോ ഇവിടെ അവര് രണ്ടുപേരും നിൽക്കുന്നത് ഒരു ഹൈവേയുടെ സൈഡിലായിട്ടാണ്. ഫങ് യു സൗ ഹാവ് മോനോട് പറയാണ്, ഇന്ന് നിന്റെ അവസാനമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ നിന്നെ ഇല്ലാതെയാക്കുക എന്നതാണ്. എന്നിട്ട് വേണം എനിക്ക് ഈ ലോകത്തിലെ നമ്പർ 1 മാർഷ്യൽ ആർട്ടിസ്റ്റായി മാറാൻ. അങ്ങനെ ഫൈനലി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഫൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഹാവ് മോ വേഴ്സസ് ഫങ് യു സൗ. ഇതൊരു ഗംഭീര ഫൈറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹീറോക്ക് വില്ലനെ കൊല്ലാൻ ഒരു ഉദ്ദേശവുമില്ല. ജസ്റ്റ് അവനെ പരാജയപ്പെടുത്തുക, അത് മാത്രമാണ് ഹീറോന്റെ ഉദ്ദേശം. കാരണം ഒരു കൊലപാതകം കൂടി ചെയ്ത് തന്റെ ജയിൽ കാലയളവ് കൂട്ടാൻ ഹീറോ തയ്യാറല്ല. എന്നാൽ വില്ലന്റെ ഉദ്ദേശം ജസ്റ്റ് ഹീറോനെ കൊന്നുകളയുക എന്നത് മാത്രമാണ്. ഇവര് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹീറോക്ക് വില്ലനെ കൊല്ലാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും ഹീറോ അവനെ കൊന്നു കളഞ്ഞിട്ടില്ല. വില്ലൻ ഒരു ട്രക്ക് ഇടിച്ച് ചാവാനായപ്പോഴും ഹീറോ അവൻ മരിക്കാതിരിക്കാൻ വേണ്ടി അവനെ രക്ഷിക്കുന്നുണ്ട്. അവസാനം ഹീറോനെ വില്ലൻ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ഹീറോ കണ്ണടച്ച് തുറക്കുമ്പോൾ കാണുന്നത് തന്റെ സൈഡിൽ വടിയായി കിടക്കുന്ന വില്ലനെയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് ലുക്യുൻ മാഡം അവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി തോക്ക് ചൂണ്ടിയപ്പോൾ പുള്ളിക്കാരിയെ കൊല്ലാനായിട്ട് ഈ കില്ലർ ഓടി പോവുകയാണ്. അപ്പോൾ ലുക്യുന് ഈ കില്ലറിനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഫൈനലി കേസ് ക്ലോസ്ഡ്. കഥയുടെ അവസാനം നമ്മുടെ ഹാവ് മോ വീണ്ടും ജയിലിൽ തന്നെ ആവുന്നുണ്ട്. അവന്റെ ബാക്കിയുള്ള 2 വർഷം കിടക്കാൻ വേണ്ടി. അവൻ അന്ന് ജയിലിൽ വെച്ച് പന്നിക്കിട്ട ആൾക്കാരൊക്കെ ഇന്ന് അവനെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് കാണാം. സോ ഇവിടെ ജയിലിൽ ലുക്യുൻ മാഡം ആണെങ്കിൽ ഹാവ് മോനെ കാണാനായി എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരി ഒരു സന്തോഷ വാർത്ത പറയാനാണ് വന്നത്. ഹാവ് മോ ഇനി 2 വർഷം ജയിലിൽ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരി അവന് വേണ്ടി അപ്പീൽ ചെയ്തിട്ടുണ്ട്. നിനക്ക് എത്രയും പെട്ടെന്ന് റിലീസ് ആവും എന്ന സന്തോഷ വാർത്ത പറയാനാണ് ലുക്യുൻ മാഡം ഹാവ് മോനെ ജയിലിൽ കാണാനേ വന്നത്. ജയിലിൽ നിന്ന് റിലീസായ നമ്മുടെ ഹീറോ അവന്റെ അടച്ചുപൂട്ടിയ മാർഷ്യൽ ആർട്സ് അക്കാദമി വീണ്ടും ആരംഭിച്ചു. ആദ്യം കുറച്ചു കുട്ടികൾ മാത്രമാണ് സ്റ്റുഡൻസ് ആയിട്ടുണ്ടായത്. പിന്നെ ഒരു സന്തോഷ വാർത്ത, ഹാവ് മോയും അവന്റെ കാമുകി സിൻ യിങ്ങും വിവാഹം കഴിച്ച് അവർക്കൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് അവരുടെ അക്കാദമി വളർന്നു വരുന്നതാണ്. ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ അവിടെ ഹാവ് മോന്റെ കീഴിൽ മാർഷ്യൽ ആർട്സ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലെ മറ്റുള്ള വീഡിയോസ് കൂടി കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.